പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും 10 വർഷം ധനകാര്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ TN തോമസ് ഐസക് പാലക്കാടിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശ് പിഷാരടിക്കെതിരെ നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായിരുന്നു. എന്തായിരുന്നു ആ പരാമർശം? കോമാളികളെ കെട്ടിയിറക്കി തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രമേശ് പിഷാരടിയെ ഒരു കോമാളിയാക്കി അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് അന്ന് വിവാദമായത്. ആ വിവാദമായപ്പോൾ വളരെ ഫിറ്റിംഗ് ആയിട്ടുള്ള റിപ്ലൈയുമായി രമേശ് പിഷാരടി രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളുടെ ഇടയിൽ CPM നേതാക്കന്മാർ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല, സംസ്കാരവും കൂടി വേണം. അതെനിക്കുണ്ട്. എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആൾക്കില്ല എന്നുള്ള നിലയിൽ ശക്തമായിട്ടുള്ള വിമർശനവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള മറുപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രമേശ് പിഷാരടി വന്നു. അത് പൊതുമണ്ഡലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ചയായതിനെ തുടർന്ന് ഡോക്ടർ തോമസ് ഐസക് വന്നിട്ട് രമേശ് പിഷാരടിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അവൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ഒന്ന് മെഴുകാൻ ശ്രമിച്ചു, ഈ പറഞ്ഞ പോലെ ഒന്ന് ഉരുണ്ട് കളിക്കാൻ ശ്രമിച്ച് വീണ്ടും നാണം കിട്ടും. അതായത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണെന്നും ആ യുദ്ധം ആണ് തെരഞ്ഞെടുപ്പിലെ പ്രശ്നം. അപ്പോൾ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM എടുക്കുന്ന നിലപാടുകളെ രമേശ് പിഷാരടി പുച്ഛിച്ചതുകൊണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ പുച്ഛരസത്തിനുള്ള പ്രയോഗത്തിനെതിരായിരുന്നു തൻ്റെ കോമാളി പ്രയോഗം എന്നൊക്കെ പറഞ്ഞ് തോമസ് ഐസക് ഒന്ന് മെഴുകാൻ വേണ്ടി ശ്രമിച്ചു. നാണം കെട്ടു, തുണി ഉരിഞ്ഞു, വിവസ്ത്രനായി, എന്തായാലും ഒരു അളിഞ്ഞ മോന്തയൊക്കെ കാണിച്ച് അദ്ദേഹം വന്ന് മാപ്പ് പറഞ്ഞ് രംഗം വിട്ടത് നമ്മൾ കണ്ടു. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്, യഥാർത്ഥത്തിൽ തോമസ് ഐസക്കിൻ്റെ കോമാളി പ്രയോഗം രമേശ് പിഷാരടിയെ ഉന്നം വെച്ചുകൊണ്ടുള്ളതായിരുന്നില്ല എന്നും തോമസ് ഐസക്കിൻ്റെ ലക്ഷ്യം വേറൊന്നായിരുന്നുവെന്നും തോമസ് ഐസക് ആ പരാമർശം നടത്താനുള്ള കാരണം എന്തായിരുന്നുവെന്നും വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഞാൻ ഈ വിഷയം എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാനുള്ള കാരണം, ഈ വിഷയം എൻ്റെ പ്രേക്ഷകരെ ഞാൻ അറിയിക്കണം എന്ന് തോമസ് ഐസക്കിൻ്റെ പാർട്ടിക്കാരുടെ തന്നെ സ്നേഹപൂർവ്വമുള്ള സമ്മർദ്ദമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പുറത്തുനിന്ന് കിട്ടിയ വിവരങ്ങളൊന്നുമല്ല. പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ ഈ വിവരം ഷാജഹാനെ ഒന്ന് അറിയിക്കണം എന്ന് ഉള്ള ഒരു സന്ദേശം ലഭിച്ചതിനെ തുടർന്നിട്ട് ആ വിവരം അതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഡോക്ടർ തോമസ് ഐസക്കിനെ കുറിച്ച് ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിജീവിയായി കെട്ടിയിറങ്ങി വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അധികാരമില്ലാതെ ജീവിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇച്ചിരിയല്ല, ഒരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും അധികാര സ്ഥാനത്തല്ല ഇരിക്കുന്നതെങ്കിലും എപ്പോഴും ഒരു അധികാര കേന്ദ്രമായിരിക്കണം താൻ എന്നാഗ്രഹിക്കുന്ന ഒരു CPM നേതാവാണ് തോമസ് ഐസക്. കാരണം ഞാൻ കുറച്ചു കാലം തോമസ് ഐസക്കിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. തോമസ് ഐസക്കിൻ്റെ ഒരു ശിഷ്യനായിരുന്നു ഞാൻ കുറേ കാലം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് അന്ന് മുതലേ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അന്ന് തോമസ് ഐസക് CPM-ൽ വലിയ റോളൊന്നും എടുത്ത് വന്നിട്ടില്ല. എനിക്ക് 1991 മറ്റാണ് സംസ്ഥാന കമ്മിറ്റി അംഗമാകുന്നത്. അതിനു മുമ്പ് SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് പിന്നെ MLA മന്ത്രിയൊക്കെ ആകുന്നത്. അതിനു മുമ്പ് തന്നെ തോമസ് ഐസക് ഒരു അധികാര കേന്ദ്രമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. താനൊരു അധികാര കേന്ദ്രമായിരിക്കണം, താനായിരിക്കണം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, തൻ്റെ ചുറ്റും കുറേ ശിഷ്യഗണങ്ങൾ, കുറേ ക്രോണികൾ ഒക്കെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ അഭിരമിച്ച് സംതൃപ്തി അടയുന്ന ഒരു കഥാപാത്രമാണ് ഐസക് എന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യം. CPM-ൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രധാന നേതാവായിരുന്നു. അപ്പോഴും ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ ഒരു പ്രധാന അധികാര കേന്ദ്രവും ബുദ്ധി കേന്ദ്രവുമൊക്കെ ആയിരുന്നു. പരിഷത്തിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്ന ആളായിരുന്നു. അതിനുശേഷം 1996 പ്ലാനിംഗ് ബോർഡിലേക്ക് വന്ന് ജനകീയാസൂത്രണം നടപ്പിലാക്കിയ സമയത്തും ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ പുറകിൽ ഒരു അധികാര കേന്ദ്രമായി എല്ലാ കാലത്തും വാഴണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം വളരെ തന്ത്രപരമായി തൻ്റെ കരുക്കൾ നീക്കി 91 പാർട്ടിയിലേക്ക് വന്നു.
സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി. അന്ന് പിന്നെ EMSൻ്റെ പിന്തുണയായിരുന്നു ഉണ്ടായിരുന്നത്. 96-ൽ അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് മെമ്പറായി. EMSൻ്റെ പിന്തുണയോടുകൂടി ജനകീയാസൂത്രണം നടത്തി പാർട്ടിയുടെ ഒരു അധികാര കേന്ദ്രമായി അദ്ദേഹം നിലകൊണ്ടു. പല അവസരങ്ങളിലും പാർട്ടി സെക്രട്ടറിയേക്കാൾ കൂടുതൽ അധികാരം ഉള്ള ഒരാളായിട്ട് നിലകൊണ്ടു. 96-ൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. പിന്നെ 2001-ൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി. 96-ൽ പ്ലാനിംഗ് ബോർഡ് മെമ്പറായി. 2001 മുതൽ അദ്ദേഹം പിന്നെ മത്സര രംഗത്തേക്ക് വന്നു. 2001, 2006, 2011, 2016 4 തവണ MLA ആയി. 2 തവണ 10 വർഷം ധനകാര്യമന്ത്രിയുമായി. അപ്പോൾ എനിക്ക് അടിസ്ഥാനപരമായി പറയാനുള്ളൊരു കാര്യം വെച്ചാൽ അധികാരമില്ലാതെ പോകൽ ബുദ്ധിമുട്ടാണ് തോമസ് ഐസക്കിനെ സംബന്ധിച്ചത്. അതിപ്പോൾ അധികാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പാർട്ടിയിലെ അധികാരം പാർലമെന്റ് രംഗത്തെ അധികാരം വേണമെന്നില്ല. പാർട്ടിയിൽ അധികാരി ആയാലും കുഴപ്പമില്ല. പാർട്ടിയിൽ അദ്ദേഹം കുറേയൊക്കെ അധികാരിയായിരുന്നു. പക്ഷേ പിണറായി വിജയനൊക്കെ വന്നുകൂടി പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിൽ നിന്നെല്ലാം തെറിച്ചു പോയി. പാർട്ടിയിൽ അധികാരം ഇല്ല എന്നുള്ള സ്ഥിതി വന്നു. അപ്പം അദ്ദേഹം പാർലമെന്റ് രംഗത്തേക്ക് വന്നു. അദ്ദേഹം 2006-ൽ VS സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്നു. അപ്പോഴും വലിയൊരു അധികാര കേന്ദ്രമായിരുന്നു. പിന്നെ 2016-ലും ധനകാര്യമന്ത്രിയായിരുന്നു. അപ്പോഴും മോശമല്ലാത്ത രീതിയിൽ അധികാര കേന്ദ്രവും ഒക്കെ ആയിരുന്നു അദ്ദേഹം. എന്നാൽ 2021 അദ്ദേഹത്തിൻ്റെ ശനിദശ ആരംഭിച്ചു. അദ്ദേഹം പാർട്ടിയിലും കരിവാപ്പല പോലെ തള്ളിപ്പോയി. പിന്നെ സർക്കാരിലും മന്ത്രിയാകാൻ പറ്റിയില്ല. കാരണം 2 തവണ മത്സരിച്ചു എന്നൊക്കെ പറഞ്ഞ് പിണറായിനെടുത്ത് ദൂരെ കളഞ്ഞു. അപ്പോൾ 2021 മുതൽ തോമസ് ഐസക്കിന് ഒരു തരത്തിലുള്ള അധികാരവുമില്ല. അത് വല്ലാത്ത അസ്വസ്ഥത തോമസ് ഐസക്കിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, തോമസ് ഐസക്കിൻ്റെ കൂടെ നിന്നിരുന്നവരൊക്കെ തൻ്റെ ബുദ്ധിയും തൻ്റെ നേതൃപാഠവും ഒക്കെ കണ്ടെത്തി എല്ലാ കാലത്തും തൻ്റെ കൂടെ നിൽക്കും എന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ അധികാരമൊക്കെ പോയതോടെ അവരൊക്കെ 4 വഴിക്കും അവർ പോയി. തോമസ് ഐസക്ക് ഒറ്റപ്പെട്ടു. അധികാരമില്ല, ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ ജീവിക്കുക. അവസാനം സർക്കാരിൽ എന്തോ ഒരു സ്ഥാനം ഒക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു ചെറിയ ചില്ലറ സ്ഥാനം. അങ്ങനെ കഴിയുമ്പോഴാണ് 2024-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കാനൊരു അവസരം കിട്ടി. അപ്പം വീണ്ടും ഒരു ആവേശമായി. MP ആയിട്ട് ഇരിക്കാമല്ലോ 5 വർഷം എന്ന് വിചാരിച്ചു. പക്ഷേ 8 നിലയിൽ പത്തനംതിട്ടയിലും പൊട്ടി. അങ്ങനെ പൊട്ടിയിരിക്കുന്ന സമയത്ത് പിന്നെ പ്രതീക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിലായി. ഈ 2026-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാണ്ട് സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. അതിനുള്ള പല കരുനീക്കങ്ങളൊക്കെ നടത്തി. പക്ഷേ പിണറായി വിജയൻ അടുപ്പിച്ചില്ല. കാരണം പിണറായി വിജയന് തോമസ് ഐസക്കിനെ ധനകാര്യമന്ത്രിയായി അംഗീകരിക്കാൻ കഴിയത്തില്ല. പിണറായി വിജയന് പറ്റുന്ന രീതിയിൽ ഒടിക്കാനും മടക്കാനും കക്ഷത്തിൽ ഒടിച്ചു മടക്കി വെക്കാനും ഒക്കെ പറ്റുന്ന ആൾ KN ബാലഗോപാലാണ്. ഒരു ശിഷ്യനായി വിശ്വസ്ത വിനീതനായി കൊണ്ടു നടക്കാൻ താൻ എന്ത് പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ആൾ ബാലഗോപാലായതുകൊണ്ട് പിണറായി വിജയന് ബാലഗോപാലിനെ മതി. തോമസ് ഐസക്കിനെ അങ്ങനെ വളയ്ക്കാൻ പറ്റില്ല. ഈ ബാലഗോപാൽ വിളയുന്നത് പോലെ തോമസ് ഐസക്ക് വളയില്ല. തോമസ് ഐസക്കും വളയും, പക്ഷേ ഒടിയില്ല. അതുകൊണ്ട് തോമസ് ഐസക്കിനെ തള്ളി. അപ്പോൾ പാർട്ടിയിലും സ്ഥാനമില്ലാതായി, അധികാരത്തിലും സ്ഥാനമില്ലാതായി. 2026 തെരഞ്ഞെടുപ്പിൽ ഒരു MLA സ്ഥാനം കിട്ടും, ഒരു മത്സരിക്കാനുള്ള ഒരവസരം കിട്ടും എന്നാണ് വിചാരിച്ചത്. ഒരിളവൊക്കെ കിട്ടും എന്ന് വിചാരിച്ചു. 2 തവണ മത്സരിച്ചവർ പിന്നീട് മത്സരിക്കേണ്ടെന്നും പറഞ്ഞ ഇളവൊക്കെ മാറ്റിയപ്പോൾ തോമസ് ഐസക്കിനൊരു പ്രതീക്ഷ ഉണ്ടായി. പക്ഷേ തോമസ് ഐസക്കിനെ അപ്പോഴും പിണറായി വിജയൻ ഗൗനിച്ചില്ല, സീറ്റ് കൊടുത്തില്ല, മാറ്റി അവിടെ നിർത്തി. അപ്പോൾ തോമസ് ഐസക്കിന് ഏതാണ്ട് തൻ്റെ കാര്യം കട്ടപ്പോകയായി എന്നുള്ളത് മനസ്സിലായി. കാരണം പാർട്ടിയിലും സ്ഥാനമില്ല, MLA ആയിട്ട് മത്സരിക്കാനും കിട്ടിയില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. മത്സരിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ കടന്നുകൂടി ഒരു 5 വർഷവും കൂടി MLA ആയി കഴിയാം എന്നൊക്കെ വിചാരിച്ചു തോമസ് ഐസക്ക്. പക്ഷേ അവിടെയും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഒരു സാധ്യത ഉണ്ട് എന്ന് തോമസ് ഐസക്ക് മനസ്സിലാക്കിയത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ എന്താണ് അടിവസ്ത്രം വെട്ടി മാറ്റിയവനെ മത്സരിപ്പിക്കാൻ നിൽക്കുകയായിരുന്നല്ലോ CPM. അടിവസ്ത്രം വെട്ടി മാറ്റിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരുത്തനുണ്ട്. അവൻ്റെ പേരാണ് ആന്റണി രാജു. അയാൾ കീഴ്ക്കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടു. അതിനെതിരെ അയാൾ സെഷൻസ് കോടതിയിലോ മറ്റോ അത് സ്റ്റേ ചെയ്യാൻ പോയി. അവിടെ അത് തള്ളി. അപ്പോൾ അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി കേരള ഹൈക്കോടതിയിൽ തനിക്ക് എതിരായിട്ടുള്ള വിധി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ വാദമൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആന്റണി രാജുവിന് അനുകൂലമായി ജഡ്ജ് എന്തൊക്കെയോ വാക്കാൽ പരാമർശങ്ങളൊക്കെ നടത്തി. അപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ടായി. അപ്പോൾ എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് തനിക്കെതിരായിട്ടുള്ള ഈ വിധി ഒന്ന് സ്റ്റേ ചെയ്ത് കിട്ടിയാൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ട് തയ്യാറായിട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ വിധി വരുന്നിടം വരെ
CPM ആ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള വൃത്തികെട്ടന്മാരൊന്നും മത്സരിക്കുന്നുണ്ടെന്ന് അവർക്ക് പ്രശ്നമില്ലല്ലോ. കാരണം അഴിമതിക്കാരും പെണ്ണുപിടിയന്മാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ അടിവസ്ത്രം വെട്ടിയവൻ മത്സരിക്കുന്നതിൽ എന്താ പ്രത്യേകം? അവർ സീറ്റൊക്കെ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു? ഹൈക്കോടതി ആ വിധി റദ്ദാക്കിയില്ല, ആ വിധി സ്ഥിരപ്പെടുത്തി. അതോടുകൂടി ആന്റണി രാജുവിന് തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് തീരുമാനമായി. അങ്ങനെ വന്നപ്പോൾ തോമസ് ഐസക്കിന് കുരുപൊട്ടി. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിട്ടില്ല. തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ തോമസ് ഐസക്ക് ചരടുവലി ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ നേരിട്ട് പാർട്ടി നേതൃത്വത്തിനടുത്ത് പറഞ്ഞാൽ കിട്ടില്ല എന്ന് തോമസ് ഐസക്കിന് അറിയാം. കാരണം പിണറായി വിജയൻ അടുപ്പിക്കില്ല. തോമസ് ഐസക്ക് എന്ത് ചെയ്തു? തിരുവനന്തപുരത്തെ ഒരു പ്രബല സമുദായത്തിലെ ഒരു ബിഷപ്പുമായി ബന്ധപ്പെട്ടു എന്നാണ് പാർട്ടിയിലെ തന്നെ ആളുകൾ പറയുന്നത്. ഞാൻ പറയുന്നതല്ല, പാർട്ടിയിലെ തന്നെ അണികൾ പറയുന്നത്. അപ്പോൾ തോമസ് ഐസക്ക് ഒരു ബിഷപ്പിനെ പോയി കണ്ടു. ബിഷപ്പിനോട് താൻ അവിടെ മത്സരിച്ചാൽ തനിക്കുള്ള വിജയ സാധ്യതയെക്കുറിച്ച് പറഞ്ഞു. കാരണം ഈ ലത്തീൻ കത്തോലിക്കർക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. തോമസ് ഐസക്ക് ആ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടെ വെച്ച് ആ സാമുദായിക സമവാക്യമൊക്കെ വെച്ച് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് തോമസ് ഐസക്ക് മത്സരിച്ചാൽ ജയിക്കും എന്ന് തിരുവനന്തപുരത്തെ ഒരു പ്രബലനായിട്ടുള്ള ഒരു ബിഷപ്പിനെ കൊണ്ട് പിണറായി വിജയൻ്റെ അടുത്ത് പറയിപ്പിച്ചതായിട്ടാണ് പാർട്ടിയുടെ അകത്തളങ്ങളിലുള്ളവർ തന്നെ പറയുന്നത്. ഞാൻ പറയുന്നതല്ല, പാർട്ടിയുടെ അകത്തളങ്ങളിൽ. എന്തായാലും പിണറായി വിജയൻ ആള് ചെറിയ മീനല്ലല്ലോ. പിണറായി വിജയൻ പറഞ്ഞാൽ അന്ന് നടക്കില്ല, അന്ന് അംഗീകരിക്കില്ല, അതൊക്കെ വിട്ടുകളാ എന്ന് പറഞ്ഞു. അങ്ങനെ തോമസ് ഐസക്കിനെ അവിടെ പരിഗണിക്കാത്ത സ്ഥിതിയായി. പക്ഷേ CPM സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല. ഒരു പരക്കം പാഞ്ഞു. CPM കൂടെ നിൽക്കുന്ന 1-2 സിനിമാ നടിമാരുണ്ട്, അവരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല. അവരുടെ പുറകെ ഒക്കെ പോയി ഒരു അതിജീവിത ഉണ്ട്, അവരെ സമീപിച്ചു. പക്ഷെ അവരൊക്കെ തന്നെ ഇങ്ങനെ തൊഴുതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അവർ പറഞ്ഞു ഞങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സുധീർ കരമന എന്ന് പറഞ്ഞ ഒരു ആവറേജോ അല്ലോ ബിലോ ആവറേജ് ഒരു നടൻ, കരമന ജനാർദ്ദനൻ നായർ എന്ന് പറഞ്ഞ വലിയൊരു വിഖ്യാത നടൻ്റെ മകനും ഈ സിനിമയിൽ ഇപ്പോൾ ചില്ലറ റോളുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ തല കാണിച്ച് കിടക്കുന്ന സുധീർ കരമനയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ തനിക്ക് ഒരു മത്സര സാധ്യത തോമസ് ഐസക്ക് കണ്ടതാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ. CP ജോണുമായിട്ടാണ് മത്സരം. CP ജോൺ പഴയ സതീർത്ഥിയും സഹപ്രവർത്തകരും ഒക്കെയാണ്. എന്നാലും CP ജോണിനെതിരെ മത്സരിച്ച് ജയിച്ചു കളയാം എന്ന് വിചാരിച്ച് മപ്പടിച്ച് നിന്നിരുന്ന തോമസ് ഐസക്കിന് അവിടെ മത്സരിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അവിടെ തോമസ് ഐസക്കിന് പകരം തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു താഴ്ന്ന ഒരു ബിലോ ആവറേജ് നടൻ അവിടെ മത്സരാർത്ഥിയായിട്ട് വന്നു. അതോടെ തോമസ് ഐസക്ക് പ്രകോപിതനായി. യഥാർത്ഥത്തിൽ തോമസ് ഐസക്കിൻ്റെ ഈ കോമാളി പ്രയോഗം രമേശ് പിഷാരടിയെ ഉദ്ദേശിച്ചായിരുന്നില്ല എന്നും, മറിച്ച് ഈ സുധീർ കരമനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള തോമസ് ഐസക്കിൻ്റെ കലിപ്പ് തോമസ് ഐസക്ക് തീർത്തതാണ് എന്നുമാണ് പാർട്ടിക്കകത്തുള്ളവർ തന്നെ പറയുന്നതായിട്ടാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സ്ഥിതി. അത് രമേശ് പിഷാരടിക്കെതിരായിട്ടുള്ള പരാമർശം ആയിരുന്നില്ല. അത് രാഷ്ട്രീയമായിട്ട് യുദ്ധത്തിനെതിരായിട്ട് പറഞ്ഞ അതൊന്നുമല്ല. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഇത്രയേ ഉള്ളൂ. ഇവരൊക്കെ വലിയ വിപ്ലവവും വലിയ കമ്മ്യൂണിസവും ഒക്കെ പുറത്ത് പറയുമെങ്കിലും ഇവർക്കൊന്നും അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. 21 എല്ലാം പോയി, പാർട്ടിയിൽ നിന്നും പോയി, സർക്കാരിലും പോയി. അത് കഴിഞ്ഞ് 24 മത്സരിച്ചു, 8 നില പൊട്ടിക്കഴിഞ്ഞപ്പോൾ 26 വന്നപ്പോൾ 26 എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറാൻ നോക്കി. അതും കൂടെ നടക്കാതെ വന്നപ്പോൾ ഉണ്ടായ പ്രകോപനത്തിൽ നിന്ന് തോമസ് ഐസക്ക് നടത്തിയതാണ് ഈ പരാമർശം. ഇത് രമേശ് പിഷാരടിയെ ഉദ്ദേശിച്ചോ യുദ്ധവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. തനിക്ക് തിരുവനന്തപുരം സെൻട്രൽ മത്സരത്തിൽ മത്സരിക്കാൻ പറ്റാതെ വന്നതും അവിടെ തോമസ് ഐസക്കിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ബിലോ ആവറേജ് നടൻ വന്നതിലുമുള്ള കലിപ്പ് തോമസ് ഐസക്ക് തീർത്തതിൻ്റെ ഭാഗമായി സുധീർ കരമനയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ലക്ഷ്യമിട്ടുകൊണ്ട്, ഉന്നം വെച്ചുകൊണ്ട് തോമസ് ഐസക്ക് നടത്തിയ ഒരു പരാമർശമാണ് എന്നാണ് പാർട്ടിക്കകത്തുനിന്ന് തന്നെ എനിക്ക് കിട്ടുന്ന വിവരം.